ചെറിയ പ്രായത്തിൽ പെയിന്റ് പണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തവനാണ്. സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവനാണ്. സഹോദരിമാരെ പഠിപ്പിച്ചവനാണ്. വീടിന്റെ നട്ടെല്ലാണ്. ഏതു മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ്. അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കയറിവാ. ഓനെ ഞമ്മക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ 2 കൊല്ലം കൂടി ഓന്റെ പിന്നിൽ ഓടുന്നു. 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിൽ അർജുന്റെ ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്ര വൈകാരികമായി അടുത്ത കാലത്തൊന്നും മലയാളി ഒന്നിനു വേണ്ടിയും പ്രതികരിച്ചിട്ടില്ല, അടിയുറച്ച് നിന്നിട്ടില്ല. ജീവിതത്തിൽ ഇതുവരെ നേരിൽ കാണാത്തൊരു മനുഷ്യന് വേണ്ടി, അവൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരു മന്ത്രം പോലെ മലയാളി ഉരുവിട്ടുകൊണ്ടേയിരുന്നു ആ പേര് അർജുൻ. അവൻ്റെ പെറ്റമ്മയുടെ നോവും പിടച്ചിലും അതുപോലെ അനുഭവിച്ച അമ്മമാർ. ഒടുവിൽ ആ നോവിനുത്തരം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങൾ തന്നു. കാത്തിരിപ്പോളം വേദന കുറവാണ് മരണമെന്ന തിരിച്ചറിവിന്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലൊക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. പോറല് പോലും ഏൽക്കാത്ത ഒരു കളിപ്പാട്ടം. അയാനും അച്ഛൻ അർജുനും ഒരുമിച്ചോടിച്ചു കളിച്ചൊരു വെള്ള ലോറി. ആ ലോറി അച്ഛൻ പൊന്നുപോലെ നോക്കുമെന്ന് അയാൻ ഉറപ്പുണ്ടായിരുന്നു. അതെ, മകന്റെ പ്രിയപ്പെട്ട ലോറി അർജുൻ പൊന്നുപോലെ കാത്തു. അയാന്റെ കളിച്ചിരികളുടെ ഓർമ്മകളായിരുന്നു അർജുന് ആ ലോറി നിറയെ. എതിരെ നിന്നതേതുമേ താനെ അങ്ങു
ഒരു സാധാരണക്കാരനാണ്. എന്റെ വീടിന് വേണ്ടി നാടും വീടും വിട്ട് കഷ്ടപ്പെടാൻ ഇറങ്ങിയവനാണ്. എനിക്കൊരു പിടിപാടോ സ്ഥാനമാനങ്ങളോ ഇല്ല. പക്ഷെ ഒന്നുണ്ട്, ഞാൻ ജനിച്ച മണ്ണ്. എത്ര ദുരന്തങ്ങൾ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അവരുണ്ടാവും എൻ്റെ കൂടെ. അവർ വരും എന്നെ രക്ഷിക്കാൻ. കാരണം എൻ്റെ മണ്ണ് കേരളമാണ്. അവിടെയുള്ളത് എൻ്റെ കൂടപ്പുറപ്പുകളാണ്. സേവ് അർജുൻ. സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ